എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മളെ രാവിലെ നമ്മളെ പത്രവാർത്ത കാണാറില്ലേ? പട്ടിണി കൊണ്ട് ചില ആളുകൾ ആത്മഹത്യ ചെയ്തു, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നവർ, കടബാധ്യത വന്നതുകൊണ്ട് കടക്കടി മൂലം ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുന്നു. മകൻ അപകടത്തിൽപ്പെട്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നവർ, വീട് കെട്ടിയിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആത്മഹത്യ ചെയ്യുന്നവർ. യഥാർത്ഥത്തിൽ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങൾ രോഗങ്ങളാണെങ്കിൽ, കിടപ്പാടം നഷ്ടപ്പെട്ടതാണെങ്കിൽ, സാമ്പത്തിക നഷ്ടമാണെങ്കിൽ, മക്കള് നഷ്ടപ്പെട്ടതാണെങ്കിൽ, ആത്മഹത്യ ചെയ്ത് കെട്ടിത്തൂങ്ങേണ്ടത് ഫലസ്തീനിലെ ഉമ്മമാരല്ലേ, ഫലസ്തീനികളല്ലേ, ഫലസ്തീനിലെ അറബികളല്ലേ? ഇന്നേവരെ ഈ അരനൂറ്റാണ്ടുകാലമായി അമേരിക്കയുടെ ജാരസന്താനമായി ഇസ്രയേലിന്റെ വിമാനവേല പീരങ്കികളുടെ മുമ്പിൽ കല്ലും കവളയും ഉപയോഗിച്ച് പ്രതിഫാദയിലൂടെ ചെറുത്ത് നിൽക്കുന്ന നൂറ്റാണ്ടുകളായി കിടപ്പാടം നഷ്ടപ്പെട്ടിട്ട് ഫലസ്തീനിലെ ഒരു ഉമ്മ ആത്മഹത്യ ചെയ്തു. യഥാർത്ഥത്തിൽ ഫലസ്തീനികളെ മനസ്സിലാക്കേണ്ടത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന നൂറ്റാണ്ടിന്റെ നരബോധിയോട് ഏരിയൽ ഷറോണിന്റെയും തോൽപോട്ടിന്റെയും പാലമിന്തടുകൊണ്ട് അഭിനകാല പരോപരായ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് നിന്ന് ഫലസ്തീൻ എന്ന രാജ്യത്തെ ഞാൻ നയിച്ചു കളയുമെന്ന് ലോകത്തോട് പറഞ്ഞ നൂറ്റാണ്ടിന്റെ നരബോധിയോട് സാധ്യമല്ല സാധ്യമല്ല സാധ്യമല്ലെന്ന് പറയാൻ കാരണം ഇതേവരെ ഫലസ്തീനികൾ ഇത്രമേറെ ബുദ്ധിമുട്ടുണ്ടായിട്ട് സ്വന്തം മക്കളെ കൈത്തണ്ടയിലിരിക്കുന്ന മക്കളുടെ ശരീരത്തിലേക്ക് ബോംബ് വന്ന് വീണ് ആ പെണ്ണുമക്കളുടെ ശരീരം ഇങ്ങനെ ചിതറി തെളിക്കുന്നത് കണ്ടിട്ട് ഒരു ഉമ്മ നിരാശയുടെ വാക്ക് പറഞ്ഞിട്ടില്ല. സ്വന്തം മക്കള് പട്ടിണി കിടന്ന് അവസാന പെണ്ണുമക്കള് വിശപ്പ് സഹിക്കാൻ കഴിയാതെ മണ്ണുമാരി തിന്നത് കണ്ടിട്ട് ആ മണ്ണുമാരി തിന്നുന്ന പെണ്ണുമോനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഇതേവരെ ഫലസ്തീനിലും കരഞ്ഞിട്ടില്ല. സ്വന്തം ഭർത്താവിനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന നേരത്ത് ബോംബർ വിമാനങ്ങളുടെ താഴ്ഭാഗത്ത് കിടന്ന് ഭർത്താവ് ഇങ്ങനെ ചിതറിത്തെറിക്കുമ്പോ വിളിച്ചിട്ടൊരു ഭാഗത്ത് നിന്ന് മോളോടി വരുന്നു, പ്രിയപ്പെട്ടവനെ വിളിച്ചിട്ട് ഭാര്യ ഓടി വരുന്നു. രണ്ടുപേരും ഓടി വരുമ്പോ അവരുടെ മുമ്പിൽ വെച്ച് ഭർത്താവ് പടഞ്ഞു മരിക്കുമ്പോ ആ കാഴ്ച കണ്ടിട്ട് ഫലസ്തീനിലെ ഉമ്മയും മാമകളും പിറ്റേ ദിവസം കഴിവരത്തിന് ഒരു ചാങ്കയിൽ ആത്മഹത്യ ചെയ്തില്ല. ആ ചലനമറ്റ് കിടക്കുന്ന ഭർത്താവിന്റെ വലത്തെ കയ്യിൽ പിടിച്ചു, ഇടത്തെ കയ്യിൽ തന്റെ ഉപ്പാന്റെ കൈ പിടിച്ചു, ഇൻഷാ അല്ലാഹ് സ്വർഗ്ഗത്തിൽ വെച്ച് നിങ്ങൾ കണ്ടോളാം ഉപ്പ എന്ന് പറയുന്ന അവനിലേക്കാണ് മടക്കപ്പെടുന്നതെങ്കിൽ എല്ലാം സർവ്വതും നാഥനിൽ സമർപ്പിച്ച് സർവമാന പാത്തിനോടും സംബന്ധിച്ച് മുഹമ്മദീ സുന്നത്തിനെ മുറുകെ പിടിച്ച് ഇബ്രാഹിമീ മില്ലത്തിനെ നെഞ്ചോട് ചേർത്ത് എന്റെയും നിങ്ങളുടെയും ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 17 മാസക്കാലം കിബിലയായി നിസ്കരിച്ച ഖുദ്സിന്റെ മോദനത്തിന് വേണ്ടി എല്ലാം പണയപ്പെടുത്തി യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടത് ഫലസ്തീനികളല്ലേ? വർഷങ്ങളായി ഭക്ഷണമില്ലാതെ മണ്ണുവാരി തിന്നിട്ട് ആത്മഹത്യയെ ചിന്തിക്കാത്തവർ, മക്കള് നഷ്ടപ്പെട്ടിട്ട് ആത്മഹത്യ ചെയ്യാത്തവര്, കൈകാലികൾ നഷ്ടപ്പെട്ടിട്ട് ജീവിതത്തിൽ നിന്ന് തിരിച്ചോടാത്തവർ, യഥാർത്ഥത്തിൽ ലോകചരിത്രത്തിന്റെ വിസ്മയമാണ് ഗസ, ലോകചരിത്രത്തിന്റെ വിസ്മയമാണ് കാനിയൂസ്, ലോകചരിത്രത്തിന്റെ വിസ്മയമാണ് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രതിരോധ ശേഷിയുള്ള പരീക്ഷയെങ്കില് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഈ അധികാരം മനുഷ്യരൂപം കൊണ്ട് ചെങ്കോല് കിരീടവുമായി രാക്ഷസരൂപം കണ്ട ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഐക്യരാഷ്ട്രസഭയുടെ ചേംബറിലിരുന്ന് ബെഞ്ചമിൻ നെതന്യാഹു നരബോധിയാണെന്ന് കൊളംബിയൻ പ്രസിഡന്റ് പ്രസംഗിക്കുമ്പോ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചതാണെന്നറിയോ? അറബ് ഭരണാധികാരികളല്ല, ബ്രസീലിന്റെ ഭരണാധികാരിയാണെന്ന്. ഇൻഷാ അല്ലാഹ് ഫലസ്തീൻ മക്കളെ ഈ ലോകത്ത് തിരിച്ചിട്ട് വിജയത്തിന്റെ ചരിത്രകാര പുരട്ടുക തന്നെ ചെയ്യും. കാരണം അവരെന്തിനു വേണ്ടിയാണ് പോരാടുന്നത്? മൈമൂന റളിയല്ലാഹു തആല ഒരു ദിവസം ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, നബിയെ ഖുദ്സി ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രത്യേകത എന്താ? ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രത്യേകത എന്താണ് മുസ്ലിമേ? ശമിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട തുരുത്തുകളിലെ ചിന്താശേഷി പണയപ്പെടുത്തുമ്പോ
ഗസയിലെയും ഫലസ്തീനിലെയും മക്കളിരുന്നിട്ട് അവരുടെ ശരീരത്തിലേക്ക് ബോംബുകൾ തുളച്ചു കയറുമ്പോ, ഫലസ്തീനിലെ നമ്മുടെ കുഞ്ഞു മക്കളുടെ മസ്തിഷ്കം പിടയുമ്പോ, കോഴിക്കോട് ബീച്ചിലിരുന്ന് കൊക്കോകോളയും പെപ്സിയും മകളാടുന്നുണ്ട്. ഇസ്രയേലിന്റെ ജാരസന്താനത്തിന് മുലപ്പാട് കൊടുക്കുന്ന യുവതയോട് ചോദിക്കുക, സഹോദരാ സഹോദരി, എന്താ ഖുദ്സിന്റെ പ്രത്യേകത എന്നറിയോ? ലോകത്താദ്യമായി പടച്ചവന് സുജൂദ് ചെയ്യാൻ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി മസ്ജിദുൽ ഹറാം. അതിനുശേഷം 40 വർഷങ്ങൾ രണ്ടാമത് നിർമ്മിക്കപ്പെട്ട അല്ലാഹുവിന്റെ ഗേഹമാണ് ബൈത്തുൽ മുഖദ്ദസ്. രണ്ടാമത് ലോകത്ത് നിർമ്മിക്കപ്പെട്ട പടച്ചവന് സുജൂദ് ചെയ്യാനുള്ള പള്ളി, എന്റെയും നിന്റെയും ഹബീബ് 17 മാസം നെഞ്ചിരിച്ചിട്ട് കിബലയാക്കി നിസ്കരിച്ച പള്ളി. റളിയല്ലാഹുവിന്റെ വീട്ടിലെ കണ്ണീരണിഞ്ഞ് കിടന്നപ്പോ നമ്മുടെ ഹബീബിന് ഇസ്രാഉം മിഅ്റാജും കൊണ്ടുപോകാൻ അല്ലാഹു തിരഞ്ഞെടുത്ത പള്ളിയല്ലേ ആ ബൈത്തുൽ മുഖദ്ദസ്. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ട് ചാരത്തുള്ള കുബ്ബത്ത് സഹറായിൽ ബുറാക്കിനെ കെട്ടിയിട്ടല്ലേ 7 ആകാശം കടന്ന് ഹബീബ് യാത്ര ചെയ്തത്. تدرك ولم ترمي سريت من حرم ليلا إلى حرمي كما سر البدر في ذات من الظلم. എന്റെ ഹബീബിന്റെ കൽപ്പാറം നടന്ന ഖുദ്സ് ഇന്ന് ഇസ്രായേൽ പട്ടാളം ഇരച്ചു കയറിയ ബൈത്തുൽ മുഖദ്ദസിന്റെ മറുഭാഗത്തുള്ള ഈലിയാക്കുന്നില് എന്റെ ഹബീബിന്റെ ബുറാക്കിനെ കെട്ടിയിട്ടുണ്ട്. എന്റെ ഹബീബ് കാല് ചവിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ മണ്ണ് ജൂദായിസത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് പറയാ. ആദർശപരമായി നമുക്ക് ബാധ്യതയുണ്ട് മുസ്ലിമേ. അത് വെറും ചരിത്രമല്ല, അത് വെറും കോറിയിട്ട വാക്കുകളല്ല, അത് എന്റെയും നിങ്ങളുടെയും ആദർശമാണ്. അതുകൊണ്ട് നിങ്ങൾ ലോകത്തോട് പറയണം ആ ഫലസ്തീൻ മക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു ബഹിഷ്കരണത്തിനെങ്കിലും നമുക്ക് കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഫലസ്തീനികൾക്ക് മോചനം നൽകട്ടെ. നാളെ പടച്ചവന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ ഞാൻ നിങ്ങൾ നിൽക്കുന്ന ഒരു സമയമുണ്ട്. يوم نحشر المتقين إلى الرحمن وفدا ونسوق المجرمين إلى جهنم وردا. നാളെ പടച്ചവന്റെ പരലോകത്ത് ഞാനുണ്ടാകും. ഫലസ്തീനിലെ പാവപ്പെട്ട കുട്ടികളുണ്ടാവും. എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താ? ആ സമയത്ത് ഫലസ്തീനികൾ എങ്ങനെയെന്നറിയോ? പടച്ചവന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് ഷഹീദായവര് കൊല ചെയ്യപ്പെട്ടവരല്ല, അവര് മരിച്ചിട്ടില്ല. അവര് പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ ജീവിച്ചിരുന്നവരാണെന്നുള്ള ആയത്തിന്റെ വിശദീകരണം ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വിശദീകരണം ഏതെന്നറിയോ? അവര് പടച്ചവന്റെ മുമ്പിൽ ജീവിച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ അർശിനോട് ബന്ധിക്കപ്പെട്ട ഒരു ഗോപുരമുണ്ട്. ആ ഗോപുരത്തിന് പച്ചനിറമുള്ള പക്ഷികളുടെ ശരീരത്തിൽ ഈ ശരീരങ്ങളുടെ ആത്മാവിനെ അല്ലാഹു കയറ്റി അവര് പടച്ചവന്റെ അർശിന്റെ ചുറ്റും ഇങ്ങനെ പാറിക്കിടക്കുന്നുണ്ട്. സഹോദരേ, ആ ഇസ്രായേലിന്റെ പീരങ്കികളേറ്റ് പിടഞ്ഞു പോയ ഫലസ്തീനിലെ കുട്ടികൾ അവര് മരിച്ചിട്ടില്ല. പടച്ചവന്റെ സിംഹാസനത്തിന്റെ ചുറ്റും പച്ചത്തത്ത പറവകളായിട്ട് അവരെ പറന്ന് നടക്കുന്നുണ്ട്. അഹമ്മദ് യാസീൻ പറന്ന് നടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അവരിങ്ങനെ പറന്ന് നടക്കുമ്പോ പടച്ചവൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? കാരണം പടച്ചവന് വേണ്ടി, എന്റെ ഹബീബിന്റെ ഖുദ്സിന് വേണ്ടി നെഞ്ചു വിരിച്ചവരല്ലേ നിങ്ങൾ? ദുനിയാവിനെ നിങ്ങൾ സ്നേഹിക്കാത്തവരല്ലേ? ഫലസ്തീനിന്റെ ദേശീയ ടീമിലെ ഏറ്റവും നല്ല ഫുട്ബോളറാണ്. ഇനിങ്ങാൻ അദ്ദേഹം ഭക്ഷണത്തിന് വേണ്ടി ചോദിക്കുമ്പോഴാണ് ആ മനുഷ്യന്റെ തലയോട് പൊട്ടിച്ചെറിയത്. ഫലസ്തീനിന് വേണ്ടി അന്താരാഷ്ട്ര മത്സരത്തിൽ ആദ്യം 100 ഗോളുകൾ തികച്ച മാന്ത്രികക്കാരുള്ള പാവപ്പെട്ട ചെറുപ്പക്കാരൻ
അഭയാർത്ഥിക്കാമ്പ് കുട്ടിക്ക് വേണ്ടി കൈ നീട്ടിയെത്തുമ്പോ ചിലർ തെറിച്ചു പോയി. അവരോട് പടച്ചവൻ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അവര് പറയും, ഒരാഗ്രഹവുമില്ല റബ്ബേ, എല്ലാത്തിനും നിന്റെ സിംഹാസനത്തിന്റെ ചുറ്റും ഇങ്ങനെ ഞങ്ങൾ ആസ്വദിക്കുകയല്ലേ. വീണ്ടും വീണ്ടും അവരോട് റബ്ബ് ചോദിക്കുന്നു, എന്തെങ്കിലും ചോദിച്ചാലല്ലാതെ അല്ലാഹു ഇത് നിർത്തുകയില്ല എന്നവർ ഉറപ്പാവുമ്പോ ആ ഫലസ്തീനിലെ മുജാഹിദുകൾ രക്തസാക്ഷികൾ ചോദിക്കുന്ന ചോദ്യമേതെന്നറിയോ? അവര് ചോദിക്കുന്ന ചോദ്യമേതെന്നറിയോ? അവരെ ഓർത്തിട്ട് നമ്മൾ കണ്ണീര് പൊഴിക്കുന്നെങ്കിലും അവർക്ക് പൊട്ടിച്ചിരിയാ. പടച്ചവനെ, അങ്ങനെയെങ്ങാനും നീ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ ഒരൊറ്റാഗ്രഹമേ ഉള്ളൂ. നുരീദു അൻ നറുദ്ദാറോ بأجسادنا حتى نقتل في سبيلك مرة أخرى نريد أن نرد أرواحنا بأجسادنا. റൂഹിനെ തിരിച്ചു തന്നിട്ട് ഞങ്ങൾ ഈ ഫലസ്തീനിലേക്ക്, ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു ജീവിതവും കൂടി എന്തിനാണെന്നറിയോ? അവയാ ഞങ്ങളുടെ വിരഹമോത്തിട്ട് പൊട്ടിക്കറിയുന്ന ഭാര്യ ാനല്ല, പാപ്പയെ കാണാതെ കരയുന്ന നിങ്ങളുടെ മക്കളെ നെറ്റിപ്പിടിക്കാനല്ല, മുഖത്തിൽ മുത്തം കൊടുത്ത് യാത്ര പറയാനല്ല. എന്തിനാന്നറിയോ? ഫലസ്തീനിൽ പോയി അതിന്റെ ഹബീബിന്റെ ഖുദ്സിന്റെ മോചനത്തിന് നെതന്യാഹുവിന്റെ ബോംബുകൾ ഒന്നുകൂടി നെഞ്ചിൽ ഒന്നുകൂടി അവസരം തരുമോ റബ്ബേ? നമ്മക്കാണ് ദുഃഖം, അവർക്ക്. അതുകൊണ്ട് തിങ്കളാഴ്ച നേരം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം SKSS മലപ്പുറത്ത് കുന്നുമ്മൽ വെച്ച് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് അവരുടെ